അക്രമവും അനീതിയും മാത്രം നടക്കുന്ന നാട്. ഈ പ്രശ്നങ്ങളൊക്കെ കണ്ടന്റാക്കി സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത് പ്രതികരിക്കുന്ന യുവാക്കൾ. ഓൺലൈനിൽ മാത്രമല്ല സൊസൈറ്റിയിൽ ഇറങ്ങി പ്രതികരിച്ചിട്ടും യാതൊരു മാറ്റവുമില്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് യൂത്ത് ഐക്കൺ സിദ്ധാർത്ഥിൻ്റെ ക്യാരക്ടർ ചിത്ര അരവിന്ദൻ ഫ്രം സോഷ്യൽ മീഡിയ കഥയിലെ ട്വിസ്റ്റിലേക്ക് കടക്കുന്നത്. അങ്ങനെ 27 വർഷങ്ങൾക്ക് ശേഷം ചിത്ര ചരിത്രപരമായ ആ ഹാഷ്ടാഗിലേക്ക് എത്തുന്നു. കം ബാക്ക് ഇന്ത്യൻ. ഇന്ത്യൻ താത്ത തമിഴ്നാട്ടിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുന്ന ആളല്ല എന്ന് മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ സീൻ മതി. നിമിഷ നേരം കൊണ്ട് ഇന്ത്യ മൊത്തം ഈ ഹാഷ്ടാഗ് അലയടിക്കുകയാണ്. ഒൺലി ഫോർ യൂത്ത്. അല്ല, താത്ത ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്ന് ചിത്ര എങ്ങനെ ഉറപ്പിച്ചു? ജീവനോടെ ഉണ്ടെങ്കിൽ തന്നെ ആരോഗ്യവാനാണെന്നതിന് എന്താണ് ഉറപ്പ്? വെറുതെ അങ്ങ് തീരുമാനിക്കുക? നോ, ഓവർ തിങ്കിങ് നല്ലതല്ല. അങ്ങനെ നമ്മുടെ ഓവർ തിങ്കിങ് തകിടം മറിച്ചുകൊണ്ട് തായ്പേയിൽ നിന്നും നീലേഷ് അറിയിക്കുന്നു ചിത്രയോട് താത്ത ഇവിടെയുണ്ട്. അടുത്തതായി ശങ്കറിൻ്റെ സ്ഥിരം കൺസെപ്റ്റ് ആഡ് ഷൂട്ട് മാതിരി ഒരു സോങ്. അപ്പോൾ ഈ ഒരൊറ്റ പാട്ട് മതി യൂത്തിനെ മാത്രമല്ല സകലമാന പേരെയും അട്രാക്റ്റ് ചെയ്യാൻ. മാസ്റ്റർ പ്ലാൻ. 27 വർഷം മുമ്പ് എങ്ങോട്ടെന്നറിയാതെ നടന്നു നീങ്ങിയ താത്തയല്ല, ഏറ്റവും പുതിയ അഡ്വാൻസ് ടെക്നോളജി വിത്ത് മർമ്മവിദ്യ കൈവശമുള്ള ഫൈറ്റർ താത്ത. അപ്പോൾ ഇനി അങ്ങോട്ട് താത്തയുടെ ഫാൻസി ഡ്രസ്സും കൂടിയുണ്ട്. വിദേശ രാജ്യത്തായതുകൊണ്ട് താത്ത അവിടുത്തെ അഴിമതിക്കാർക്കെതിരെയാണ് പ്രതികരിക്കുന്നതെന്ന് കരുതിയെങ്കിൽ തെറ്റി. താത്ത ഇന്ത്യക്കാർക്ക് വേണ്ടി മാത്രമേ വർക്ക് ചെയ്യൂ. അതാണല്ലോ ഇന്ത്യൻ. ഇന്ത്യയിൽ നിന്നുള്ള ഒരു ടോപ്പ് ബിസിനസ് മാനിൽ നിന്നും സ്റ്റാർട്ടിങ്. പിന്നെ പണ്ടത്തെ പോലെയല്ല, കൊലപാതകത്തിന് ശേഷം ഒരു കുറിപ്പും താത്ത വയ്ക്കുന്നുണ്ട്. അങ്ങനെ താത്ത ഇന്ത്യയിലേക്ക് തിരുമ്പി വന്നാച്ച്. ഈ സെൻറ്റിമെൻറ്റ്സ് ഒന്നും അത്ര നല്ല രീതിയിൽ വർക്കൗട്ട് ആയില്ല എന്നതാണ് സത്യം. പണ്ട് സേനാപതിയെ അറസ്റ്റ് ചെയ്യാനായി നടന്ന കൃഷ്ണസ്വാമിയുടെ മകനായ പ്രമോദാണ് ഇപ്പോൾ താത്തയുടെ പിന്നാലെ വരുന്നത്. എയർപോർട്ടിൽ വെച്ച് താത്ത വിദഗ്ധമായി ഫാൻസി ഡ്രസ്സ് കളിക്കുമെങ്കിലും പ്രമോദ് വളരെ ഈസിയായി മനസ്സിലാക്കുന്നു. പടം ഈ ഒരൊറ്റ സീനിൽ തീർന്നേനെ. പക്ഷേ അത് ശരിയാവില്ലല്ലോ. താത്തയുടെ ആട്ടം ഇന്നും മുടിയല്ല. ഇനി അങ്ങോട്ട് എയും കൂടി സിനിമയിൽ ജോയിൻ ചെയ്യുന്നു. എന്തിനോ വേണ്ടി ഷോ കാണിച്ച് കൃഷ്ണസ്വാമി എയർപോർട്ടിൽ വന്നു. അയാളെ ഗൺ പോയിന്റിലാക്കി താത്ത രക്ഷപ്പെടുന്നു. അങ്ങനെ താത്ത വരാരേ താത്ത വരാരേ. താത്തയുടെ ആദ്യ ലൈവ് കാണാൻ ഇന്ത്യ മൊത്തം നോക്കിയിരിക്കുന്നു. ഇന്ത്യ മൊത്തം ആയതുകൊണ്ട് തന്നെ വില്ലന്മാർ കുറച്ചൊന്നും അല്ല. ഇതൊരു സീരീസ് ആക്കുന്നതായിരുന്നു നല്ലതെന്നാണ് തോന്നുന്നത്. സേനാപതി തമിഴ്നാട്ടിൽ മാത്രമായിരുന്നെങ്കിൽ താത്ത ഇപ്പോൾ പാൻ ഇന്ത്യൻ ലെവലിലാണല്ലോ. താത്ത സംസാരിക്കുന്നത് യൂത്തിനോടാണ്. അല്ല, ഈ തമിഴ് ഡയലോഗ് എങ്ങനെയാണ് ഇന്ത്യ മൊത്തം മനസ്സിലാവുന്നത്? സബ്ടൈറ്റിൽ ഉപയോഗിച്ച് കാണും. പാൻ ഇന്ത്യൻ ലെവൽ ആയതുകൊണ്ട് എല്ലാം താത്തയ്ക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് യൂത്തിനെയും സെറ്റാക്കുന്നത്. അങ്ങനെ യൂത്ത് എല്ലാവരും ഗവൺമെൻറ് ജോലിക്കാരായ പേരൻസിനെ വാച്ച് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയായിരുന്നു ചെയ്യേണ്ടതെങ്കിൽ താത്തയുടെ ആവശ്യമില്ലായിരുന്നല്ലോ. സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ഐഡിയ ചിത്ര ഫ്രം സോഷ്യൽ മീഡിയ ആലോചിച്ചില്ലായിരിക്കും. താത്തയ്ക്കും ഒരു ഐഡിയ വേണമല്ലോ. താത്ത സ്റ്റേറ്റ് മാറി മാറി ഓരോ വലിയ മീനുകളെ പിടിച്ച് മർമ്മ ചികിത്സ നടത്തുന്നു. ഇന്ത്യയിൽ താത്ത എവിടാണെന്ന് മാത്രം പോലീസിന് കണ്ടെത്താനും പറ്റുന്നില്ല. യൂത്തിൻ്റെ ഹെൽപ്പോടെയാണ് താത്തയുടെ യാത്രകൾ. അടുത്ത പെരിച്ചാഴി ആരെന്ന് കണ്ടുപിടിക്കുന്നതിനേക്കാളും താത്ത എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്നതാണ് മുഖ്യമെന്ന് പ്രമോദ് പറയുന്നുണ്ട്. അല്ല, ഈ അടുത്ത ടാർഗറ്റ് ആരാണെന്നറിഞ്ഞാൽ താത്ത അവിടേക്ക് വരുമെന്നും അറിയാമല്ലോ. കൺഫ്യൂഷൻ ആയല്ല. താത്ത വലിയ മീനുകളെ തേടി ലേറ്റസ്റ്റ് അഡ്വാൻസ്ഡ് ടെക്നോളജിയിൽ വരെ എക്സ്പെർട്ട് ആവുകയാണ്. നമ്മുടെ ചിത്രയും ചിത്രയുടെ ഫ്രണ്ട്സും ചെറിയ മീനുകളെ പിടിക്കുന്നതിനിടയിൽ അവരവരുടെ പേരൻസും തെറ്റുകാരാണെന്ന് അറിയുന്നു. അങ്ങനെ ചിത്ര സ്വന്തം അച്ഛനെതിരെ തെളിവുകൾ കണ്ടെത്തുന്നു. ഭർത്താവ് അറസ്റ്റായ വിഷമത്തിൽ ചിത്രയുടെ അമ്മ ആത്മഹത്യ ചെയ്യുന്നു. അങ്ങനെ അനീതിക്കെതിരെ പ്രതികരിച്ചതിനാൽ സ്വന്തം വീടിനും നാടിനും വെറുക്കപ്പെട്ടവനായി മാറുന്നു ചിത്ര. പ്രതികരിച്ച യൂത്ത്സ് എല്ലാവരും സെയിം സിറ്റുവേഷനിൽ. വാട്ട് എ കോയിൻസിഡൻസ്. സ്വന്തം അമ്മയുടെ മൃതദേഹം പോലും കാണാൻ സാധിക്കാത്ത ചിത്ര താത്തയെ തള്ളിപ്പറയുന്നു. ഒരൊറ്റ നിമിഷത്തിൽ ഗോ ബാക്ക് ഇന്ത്യൻ ഹാഷ്ടാഗ്. ഇന്ത്യയിലെ യൂത്ത് മൊത്തം സെയിം സിറ്റുവേഷനിൽ തന്നെ. ഗോ ബാക്ക് ഇന്ത്യൻ ഇന്ത്യ മൊത്തം. 27 വർഷങ്ങളായി ചത്തോ ജീവിച്ചോ എന്നുപോലും ആരും അന്വേഷിക്കാതിരുന്ന ഈ വയസ്സായ മനുഷ്യനെ തപ്പിക്കണ്ടുപിടിച്ച് തിരിച്ചു കൊണ്ടുവന്നത് ഇതിനു വേണ്ടിയായിരുന്നു. അനീതിക്കെതിരെ പ്രതികരിച്ച് സ്വന്തം മകനെയും ഇല്ലാതാക്കിയതാണ് സേനാപതി എന്ന് അറിഞ്ഞു തന്നെയല്ലേ വിളിച്ചു വരുത്തിയത്. മകനെ കൊന്ന സേനാപതിയെ ചിത്ര സൈക്കോ ആയി ചിത്രീകരിച്ചു. ഇത്രയും നാളും അനീതിക്കെതിരെ ശബ്ദിച്ച യൂത്ത് മൊത്തം ഗോ ബാക്ക് ഇന്ത്യൻ എന്ന് പറയുമ്പോൾ അനീതി സപ്പോർട്ട് ചെയ്യുകയല്ലേ. എന്തായാലും അനീതിക്കെതിരെ സംസാരിച്ച പൊതുജനങ്ങൾ മൊത്തം ഇപ്പോൾ താത്തയെ രാജ്യദ്രോഹിയായിട്ടാണ് കാണുന്നത്. എന്നാൽ പിന്നെ ഇരിക്കട്ടെ ഒരു ഓട്ടം ചാട്ടം ചേസിങ്. ഇത്രയും നാളും താത്ത എവേ വർക്ക് ആയിരുന്നെങ്കിൽ ക്ലൈമാക്സിലെ ചേസിങ് മൊത്തം ഹോം സ്റ്റേറ്റിലാണ്. ഇനി ഇതാ വരുന്നു അപ്പൂപ്പൻ്റെ അതിവിദഗ്ധമായ കഴിവുകൾ. മെട്രോ സ്റ്റേഷനിലൊക്കെ ഇത്ര ഈസിയായി കയറി പോകാൻ പറ്റുമല്ലേ? എന്താ ചെയ്യുക, മർമാണി വിദ്യയല്ലേ കയ്യിലിരിക്കുന്നത്. ഇനി അപ്പൂപ്പൻ ഓടുന്ന മെട്രോയിൽ ചാടിക്കരട്ടെ, അല്ലെങ്കിൽ മെട്രോ പകുതിക്ക് നിർത്തി തിരുമ്പി വരട്ടെ. അങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും. ഇതൊക്കെ എന്ത്? അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അപ്പൂപ്പൻ്റെ ഒരു ഫൈറ്റ് ഉണ്ട്. എയർ പിടിച്ച് 6 പാക്ക് വരുത്താനുള്ള മർമാണി വിദ്യ അറിവുള്ള അപ്പൂപ്പൻ. അരേ വാ.
അങ്ങനെ എയർ പിടിച്ച് കിട്ടിയ സിക്സ് പാക്ക് ഫൈറ്റ് തീരുന്ന വരെ നിലനിർത്തി. അപ്പൂപ്പൻ വീണ്ടും യാത്രയായി. എന്നാലും നിമിഷ നേരം കൊണ്ട് ഇതെങ്ങനെ എല്ലാവരും അപ്പൂപ്പനെ തള്ളിപ്പറയുന്നത്? അടുത്ത പടത്തിൽ ഇതിന് മാപ്പ് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യാനുള്ളതാണല്ലോ, ഇരിക്കട്ടെ. പക്ഷേ ആരൊക്കെ വന്നാലും എതിർത്താലും മർമാണി അപ്പൂപ്പൻ രക്ഷപ്പെടും. ഇത്തവണ കൃഷ്ണസ്വാമിയുടെ മകനെ മർമ്മപ്പണി കൊടുത്ത് പോലീസിൽ നിന്നും രക്ഷപ്പെടുന്നു. അപ്പോൾ 2 വിരലുമായി ഇന്ത്യക്കിട്ടൊരു കുത്തു കൊടുത്തിട്ട് ഇന്ത്യൻ 2 2.25 മണിക്കൂർ. അപ്പൂപ്പന് നോ ടോളറൻസ്, പക്ഷേ നമുക്ക് അൾട്ടിമേറ്റ് ഫുൾ ടോളറൻസ്. ടാഗ് ലൈൻ അർത്ഥവത്തായി. ഇനി 3-ാം വരവിനുള്ള ഇൻട്രോ. അതിലേക്ക് പക്ഷേ പഴയ കഥയാണ്, സ്വതന്ത്ര പോരാട്ടം. യൂത്ത് ഐക്കൺസിനെ ബ്രെയിൻ വാഷ് ചെയ്ത് നീതിയുടെ പാതയിൽ തിരികെ കൊണ്ടുവരാനാവാം. അടുത്തത് ഇനി വാർ മോഡാണ്. ബോംബ് കാണും, ഉറപ്പാണ്. 1996 റിലീസായ ഇന്ത്യൻ എന്ന സിനിമ കാണാത്തവർ ചുരുക്കമായിരിക്കും. സേനാപതി ടോട്ടലി ഒരു ലെജൻഡറി ക്യാരക്ടറാണ്. എതിരാളികളെ സ്വന്തം വരുതിയിൽ കൊണ്ടുവന്ന് പ്ലാൻഡായി വകവരുത്തുന്നു. ഒരു ഫുൾ ഫൈറ്റ് സീൻ പോലും ചെയ്യുന്നില്ല. ഇതിപ്പോൾ സെക്കൻഡ് പാർട്ടിൽ താത്ത ഫുൾ മാസ് പരിവേഷമാണ്. സ്ട്രോങ് ആയ ഒരു കഥയില്ലാതെ ഒരു ഹിറ്റ് സിനിമയുടെ സെക്കൻഡ് പാർട്ട് ചെയ്താൽ നിമിഷ നേരം കൊണ്ട് പാൻ ഇന്ത്യൻ ഹിറ്റാവുമെന്ന ഓവർ കോൺഫിഡൻസിൽ വെറും ഒരു ആവേശത്തിൻ്റെ പുറത്ത് ഒരു തട്ടിക്കൂട്ട് സ്ക്രിപ്റ്റ് എഴുതിയാൽ ഇങ്ങനെയിരിക്കും. ശങ്കർ ഒരു കാരണവശാലും ഇന്ത്യൻ്റെ സെക്കൻഡ് പാർട്ടിന് മുതിരരുതായിരുന്നു എന്നതാണ് വാസ്തവം. ഇതിപ്പോൾ ആദ്യ സിനിമയുടെ വാല്യൂ കളയുന്നത് പോലെയുമായി. മനുഷ്യനുള്ളിടത്തോളം അനീതിയും അക്രമവും സമൂഹത്തിലുണ്ടാവും. അതിനെതിരെ പ്രതികരിക്കണ്ട എന്നല്ല, അനീതിക്കെതിരെ പ്രതികരിക്കുന്ന നായകന്മാരെയൊന്നും സമൂഹത്തിന് ഇനി ആവശ്യമില്ല എന്നതാണ് സത്യം. അല്ലെങ്കിൽ അത്രയും നല്ല ഒരു സിംഗിൾ സ്റ്റോറിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം. ഇത് ഇന്ത്യ മൊത്തം നന്നാക്കിയാലേ അടങ്ങൂ എന്ന രീതിയിൽ 29 സ്റ്റേറ്റിലും പോയി ഒരുമാതിരി അവിയൽ പരുവത്തിലാക്കി എവിടെ തീർക്കണമെന്നും അറിയില്ല. സോ കഥ തുടരും. ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന കഥയുമായി ഇനി പറയാൻ പോകുന്നതിന് ബന്ധമുണ്ടെന്ന് പോലും തോന്നുന്നില്ല. എസ്.ജെ. സൂര്യയെ പോലെ വില്ലന്മാരുടെ ഒരു നിര തന്നെ കാണിച്ചിട്ടുണ്ട്. എന്തോ. അല്ല, അപ്പൂപ്പൻ ഓടി നടന്ന് ഹൈവേയിൽ പ്രശ്നമുണ്ടാക്കിയപ്പോഴും മെട്രോ നിർത്തിച്ചതുമൊക്കെ അനീതിയല്ലേ? കറക്റ്റ് ടൈം നോക്കി അത്യാവശ്യമായി വെരി അർജന്റിലി യാത്ര ചെയ്യുന്ന ആരെങ്കിലും ഹൈവേയിലും മെട്രോയിലും ഉണ്ടെങ്കിലോ? ഇതിപ്പോൾ കഥ എഴുതി എല്ലാത്തിനും വട്ടായതാണോ? ഒരു നല്ല ആക്ടറും ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും അങ്ങനെ സിനിമാ മേഖലയിലെ ഒരുമാതിരി എല്ലാ ഏരിയയിലും വർക്ക് ചെയ്തിട്ടുള്ള ഉലക നായകൻ എങ്ങനെയാണ് ഇന്ത്യൻ 2 ഹിറ്റാവുമെന്നോർത്ത് ഇതിന് തലവെച്ച് കൊടുത്തതെന്ന് മാത്രം മനസ്സിലാവുന്നില്ല.